എൻ്റെ ലോകം ചേച്ചിയായിരുന്നു. ഞങ്ങൾക്കിടയിൽ പ്രായത്തിൻ്റെ വ്യത്യാസമുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ കൂട്ടുകാരെ പോലെയായിരുന്നു. അമ്മയില്ലാത്ത കുറവ് ഞാൻ അറിഞ്ഞത് ചേച്ചി ഉള്ളതുകൊണ്ടാണ്. രാവിലെ എന്നെ വിളിച്ചുണർത്തുന്നതും മുടി കെട്ടിത്തരുന്നതും എല്ലാം ചേച്ചിയാണ്. അടുത്തുള്ള ടൗണിലെ ഒരു തയ്യൽ കടയിലാണ് ചേച്ചിക്ക് ജോലി. അവിടെ നിന്നും കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഞങ്ങളുടെ വീട് കഴിഞ്ഞു പോയിരുന്നത്. വൈകുന്നേരം ചേച്ചി വരാൻ വേണ്ടി ഞാൻ ഗേറ്റിനരികിൽ കാത്തു നിൽക്കും. ദൂരെ നിന്നും ആ രൂപം കാണുമ്പോഴുള്ള സന്തോഷം പറഞ്ഞറിയിക്കാനാവാത്തതാണ്. ചേച്ചിയുടെ കയ്യിൽ എന്തെങ്കിലും ഒരു പൊതി ഉണ്ടാകും, എനിക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും. ചേച്ചിയുടെ മുറി ഒരു അത്ഭുത ലോകമാണ്. തുണിക്കഷ്ണങ്ങൾ, തുണികൾ, പലതരം നൂലുകൾ, ചിത്രങ്ങളുള്ള പഴയ മാസികകൾ. രാത്രി ഞങ്ങൾ കട്ടിലിൽ ഒരുമിച്ച് കിടന്ന് ഒരുപാട് സ്വപ്നങ്ങൾ കാണുമായിരുന്നു. ഒരു നാൾ നമുക്ക് ഈ ഓടിട്ട വീട്ടിൽ നിന്നും വലിയൊരു വീട്ടിലേക്ക് മാറണം മോളെ, ചേച്ചി എൻ്റെ നെറുകിൽ തലോടി പറയും. ആ വാക്കുകൾ നൽകുന്ന ധൈര്യത്തിലായിരുന്നു ഞാൻ ജീവിച്ചത്. അന്നൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല ആ സന്തോഷങ്ങൾക്ക് അധികം ആയുസ്സുണ്ടാകുകയില്ലെന്ന്. അതൊരു പതിവ് ദിവസമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ എൻ്റെ മനസ്സ് രാവിലെ മുതൽ അസ്വസ്ഥമായിരുന്നു. സ്കൂളിൽ പോയിട്ടും ഒന്നിലും ഒരു ശ്രദ്ധയും ഉണ്ടായിരുന്നില്ല. വൈകുന്നേരം ഞാൻ പതിവ് പോലെ ചേച്ചിയും കാത്ത് ഗേറ്റിനരികിൽ നിന്നു. സമയം കടന്നുപോയി, ഇരുട്ട് വീണു തുടങ്ങി. ചേച്ചിയെ കാണുന്നില്ല. അച്ഛൻ ടെൻഷനടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ആ ഫോൺ കോൾ വന്നത്. അപ്പുറത്തു നിന്നും സംസാരിച്ചതൊന്നും എനിക്ക് വ്യക്തമായില്ല. അച്ഛൻ്റെ മുഖം വിളറി വെളുക്കുന്നത് ഞാൻ കണ്ടു. ആക്സിഡന്റ്, ഹോസ്പിറ്റൽ. ആ വാക്കുകൾ ഒരു ഇടിമുഴക്കം പോലെ എൻ്റെ കാതിൽ പതിച്ചു. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഓടുമ്പോൾ എൻ്റെ നെഞ്ച് പൊട്ടുമാറിടിക്കുന്നുണ്ടായിരുന്നു. ICUവിൻ്റെ മുന്നിൽ കണ്ട കാഴ്ച എൻ്റെ ജീവിതം തന്നെ തകർത്തു. തലയിൽ ബാൻഡേഡ് ചുറ്റി, മുഖമെല്ലാം നീര് വന്ന് കണ്ണുകൾ അടച്ചു കിടക്കുന്ന എൻ്റെ ചേച്ചി. ജീവനുണ്ടോ എന്ന് പോലും സംശയം തോന്നിപ്പിക്കുന്ന ആ കിടപ്പ് കണ്ട് ഞാൻ തളർന്നുപോയി. അടുത്ത 3 ദിവസം ആ ആശുപത്രി വരാന്തയിലായിരുന്നു എൻ്റെ ജീവിതം. ICUവിൻ്റെ ഗ്ലാസ് ഭിത്തിയിലൂടെ ഞാൻ ചേച്ചിയെ നോക്കുന്നുണ്ടായിരുന്നു. ചുറ്റും യന്ത്രങ്ങളുടെ ശബ്ദം. ഓരോ ബീപ് ശബ്ദവും എൻ്റെ നെഞ്ചിലാണ് കൊണ്ടിരുന്നത്. ഡോക്ടർമാർ വരും, എന്തൊക്കെയോ പറയും. ഒന്നും എൻ്റെ തലയിൽ കയറിയില്ല. തലയുടെ പിന്നിലാണ് ഇടി. നില ഗുരുതരമാണ്. ആരോ പറയുന്നത് ഞാൻ കേട്ടു. ഓരോ നിമിഷവും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ചേച്ചി കണ്ണു തുറക്കാൻ വേണ്ടി. പക്ഷേ ചേച്ചിയുടെ ശരീരം നിശ്ചലമായി കിടന്നു. പ്രതീക്ഷയുടെ അവസാന കണികയും വറ്റി വരളുന്നത് ഞാൻ അറിഞ്ഞു. 3-ാമത്തെ ദിവസം ഡോക്ടർ അച്ഛനെ വിളിച്ച് എന്തോ സംസാരിക്കുന്നത് കണ്ടു. അച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എൻ്റെ ഹൃദയം നിലവിളിച്ചു. അല്പസമയത്തിനുള്ളിൽ ICUവിൽ നിന്നും ഒരു നീണ്ട ബീപ് ശബ്ദം ഉയർന്നു. പിന്നെ ടോട്ടൽ സൈലൻസ്. ആ സൈലൻസ് എൻ്റെ ലോകത്തെയാണ് ഇല്ലാതെയാക്കിയത്. ചേച്ചി പോയിരിക്കുന്നു.